ഇനി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. ജില്ലയിലെ 114 ക്യാമ്പുകളിലായി 3714 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കുമരകം കോട്ടയം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അതേസമയം മണർക്കാട് വെള്ളക്കെട്ടിൽ വീണ് കാണാതായുള്ള ശരണിനായുള്ള തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കും. കോട്ടയം മില്ലിക്കലിൽ നിന്ന് അഖിൽ കെയാണ് വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. അഖിൽ, നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോഴും അവിടെ മഴ തുടരുന്ന സാഹചര്യമാണോ? വീടുകളിലൊക്കെ വെള്ളം കയറിയ സ്ഥിതി തന്നെ തുടരുകയാണ്. വെള്ളക്കെട്ട് ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. ഇനിയും ആളുകളെ മാറ്റാനുണ്ടോ? കീർത്തന സ്തുതി, മഴ മാറിയിട്ടുണ്ട്, അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ മഴ മാറിയതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നതാണ്. കാരണം ഇന്നലെയൊക്കെ പെയ്ത പടിഞ്ഞാറൻ കിഴക്കൻ മേഖലയിലേക്ക് പെയ്ത ആ പെയ്ത്ത് വെള്ളം അത് ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇല്ലിക്കൽ ഭാഗത്തൊക്കെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ്. വീടുകളിലുള്ളിലേക്കൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഒക്കെ മറ്റും മാറ്റിയിരുന്നു. പക്ഷേ വെള്ളക്കെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കെടുതി എന്ന് പറയുന്നത് വളരെ രൂക്ഷമാണെന്നാണ്. നമ്മളിപ്പോൾ ഈ വലതുവശത്തേക്ക് കാണുന്ന ഈ ഒരു കട, ഈ കടയ്ക്കുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടയ്ക്കുള്ളിലേക്ക് പൂർണ്ണമായും കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഫ്രിഡ്ജൊക്കെ അവരെടുത്ത് ആ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കുറച്ചൊക്കെ കയറ്റി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അപ്പുറത്തേക്ക് എന്നുള്ളതാണ്. തൊട്ട് സമീപത്തേക്ക് ഒരു വീട്ടിലേക്ക്, തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ച കുറച്ചുകൂടി ഭീകരമാണെന്നുള്ളതാണ്. കാരണം അവിടെ ഒരു ബൈക്കുണ്ട്. ആ ബൈക്ക് പൂർണ്ണമായും മുങ്ങിപ്പോയ സാഹചര്യത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. കാരണം അതായത് ഈ വെള്ളം കയറിയപ്പോൾ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. പെട്ടെന്ന് വെള്ളം കയറി, പ്രതീക്ഷയിൽ വേഗത്തിൽ വെള്ളം കയറിപ്പോയി എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ബൈക്ക് അവിടെ പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്നുണ്ട്. അതായത് ഒരു എല്ലാ വീടിൻ്റെയും ഒരു പകുതിയോളമൊക്കെ ഇവിടെ മാത്രം വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇല്ലിക്കൽ കവലയുള്ളത്. ഈ ഇല്ലിക്കൽ കവലയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. അതായത് കോട്ടയം കുമരകം റോഡ് പൂർണ്ണമായും സ്തംഭിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവാതിക്കൽ ഭാഗത്തു നിന്നും വരുമ്പോഴുള്ള റോഡാണ്. ഇതിന് മറുവശത്ത് താഴത്തങ്ങാടിയിൽ നിന്നും കോട്ടയം നിന്നും താഴത്തങ്ങാടിയിൽ വരുന്ന റോഡുണ്ട്. ഈ രണ്ട് റോഡിലും സമാനമായ രീതിയിൽ വെള്ളം കയറിയതോടൊത്തുകൂടി തന്നെ ഇല്ലിക്കലേക്ക് വരാനുള്ള മറ്റ് മാർഗങ്ങളില്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. അതോടുകൂടി കുമരകത്തേക്ക് അല്ലെങ്കിൽ മറ്റപ്പുറത്തെ വശത്തേക്ക് ആലപ്പുഴ ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന റോഡ് അതോടുകൂടി വെള്ളക്കെട്ടിലാവുകയും വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു. ഇതോടെ ആ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. ഇന്നലെ രാത്രി ഇന്നലെയൊക്കെ NDRFന്റെ സംഘം അവിടെ പരിശോധന നടത്തുകയും ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മണർക്കാട് ഇന്നലെ കാണാതായ ശരൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ 8 മണിയോടെ കൂടി വീണ്ടും പുനരാരംഭിക്കും. കാരണം വീടിന് സമീപത്തെ വെള്ളക്കെട്ടിലേക്ക് വീഴുകയായിരുന്നു. വാട്ടർ ടാങ്ക് ഒലിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ചാടിയതായിരുന്നു ശരൺ എന്ന് പറയുന്നത്. പിന്നീട് ശരണെ കാണാതാവുകയും ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഫാർമർ സംഘം അടക്കം പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ എന്തായാലും ഇപ്പോൾ ജില്ലയുടെ ഈ വെള്ളക്കെട്ടും മറ്റ് ദുരിതവും കണക്കിലെടുത്തുകൊണ്ട് 2 ക്യാമ്പ് NDRF സംഘങ്ങൾ ഇവിടെ കോട്ടയം പടിഞ്ഞാറൻ മേഖലയിൽ കോട്ടയത്ത് മാത്രമായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ അവരുടെ ഒരു പരിശോധനയും മറ്റു കാര്യങ്ങളും രാവിലെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ ഇതുവഴി പോയ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവരിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലത്തേക്കാൾ ഒരു 2 അടിയോളം വെള്ളം വീണ്ടും കൂടിയിട്ടുണ്ട്. അതായത് കുറഞ്ഞിട്ടില്ല, വെള്ളം കൂടുകയാണ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ ഈ സ്ഥലത്തൊന്നും നമ്മൾ ഈ പറയുന്ന മുട്ടിന് മുകളിലേക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുട്ടിന് മുകളിലേക്ക് ഈ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വെള്ളം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി കിഴക്കൻ മേഖലയിലേക്ക് മഴ പെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ പടിഞ്ഞാറ് മേഖലയിലേക്ക് ഉണ്ടാകും. കാരണം അവിടെ പെയ്ത വെള്ളം എത്തുമ്പോഴേക്കും അടുത്ത ദിവസത്തേക്കാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഗ്യാപ്പ്, ഒരു ദിവസത്തെ സാവകാശം ആ ഒരു പ്രശ്നം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ്. 2018 പ്രളയത്തിന് സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ട് തന്നെയാണ് ഉള്ളത്. കാരണം നമ്മളിവിടെ ഓരോ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ തന്നെയാണ്. വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടാവും, വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാവുന്നു, വീടിനുള്ളിലേക്ക് കയറുന്നു, സാധനങ്ങൾ നശിക്കുന്നു, ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ദുരിതം തന്നെയാണ് ഈ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് സംഭവിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം കയറാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഇത്രത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നിട്ടില്ല. 2018 പ്രളയത്തിന് ശേഷം ഇത്രത്തോളം വലിയ പ്രതിസന്ധികൾ, ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ ഈ പാലായിലൊക്കെ വെള്ളം കയറിയിരുന്നു, അതൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പാലായിലും ഇരാറ്റുപേട്ടയിലും കയറിയ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇരാറ്റുപേട്ടയിൽ ഇന്നലെ കയറിയ റോഡിലേക്കൊക്കെ കയറിയ വെള്ളങ്ങളൊക്കെ വെള്ളം ഇന്നലെ തന്നെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അത് കോട്ടയം
ജില്ലയുടെ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുമ്പോഴാണ് അവിടെ ഇപ്പോൾ ഇറഞ്ഞാലിലൊക്കെ ഏകദേശം 5 കിലോമീറ്ററിലധികം ദൂരം, അതായത് ഇറഞ്ഞാൽ തിരുവഞ്ചൂർ റോഡിന്റെ 5 കിലോമീറ്റർ ദൂരം തിരുവഞ്ചൂർ വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായും വെള്ളത്തിലാണ് എന്നുള്ളതാണ്. അവിടുത്തെ ഏകദേശം ഒരു 90% ആളുകളെ മൊത്തം ഒന്നല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കൊക്കെ ആയി മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അവരെയൊക്കെ മാറ്റുകയും ചെയ്തു എന്നതാണ്. അതായത് അത്രത്തോളം വെള്ളക്കെട്ട് രൂക്ഷപ്പെട്ടിരിക്കുന്നു. 2010 പ്രളയത്തിൽ അതിനു മുമ്പ് ഈ തിരുവഞ്ചൂർ വരെയുള്ള ഭാഗം ഒറ്റ സ്ട്രെച്ചിൽ ആ ഒരു 5-6 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും വെള്ളത്തിലടിയുന്ന സാഹചര്യം ഉണ്ടായത്. അത് വീണ്ടും ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത്തവണ വീണ്ടും വന്നിരിക്കുന്നു. 2 അടി കൂടി കൂടുമ്പോൾ കുറച്ചുകൂടി വെള്ളം 2ാം നിലയിലേക്ക് താമസിക്കുന്ന ആളുകൾക്ക് കൂടി ഒരുപക്ഷെ മാറേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളൊരു ആശങ്ക ഇന്നലെ തന്നെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ആളുകൾ രാവിലെയൊക്കെ ഇതിനപ്പുറത്ത്, അതായത് ഇല്ലിക്കൽ ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ രാവിലെ ജോലിക്കും മറ്റുമൊക്കെയായി രാവിലെ പോവുകയാണ്. ഇപ്പോൾ അവിടുന്ന് ഒരു ചേട്ടൻ വരുന്നുണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതിലെ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും തള്ളിക്കൊണ്ട് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധി തന്നെയാണ് നമ്മൾ ഈ റൂട്ടിലൂടെ നടന്ന് കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറ് മേഖലയിലാണ് കനത്ത പ്രതിസന്ധി തുടരുന്നത്. പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അഖിൽ കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.